ഇവിടെ ചേർന്നപ്പം ഈ അറ്റംപ്റ്റിൽ കിട്ടി 2025 നെറ്റ് ക്ലിയർ ചെയ്യാൻ പറ്റി. അപ്പം എങ്ങനെയായാലും നമ്മുടെ മനസ്സിനൊരു ശക്തി ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ നമ്മുടെ മനസ്സിനെ പറഞ്ഞ് പഠിപ്പിച്ചാൽ എന്തും നമുക്ക് പോസിബിൾ ആവുമെന്ന് എനിക്ക് തന്നെ മനസ്സിലായത് ഈ ഒരു എക്സാമിലൂടെയാണ്. ഹായ്, ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത് ശാലിനിയാണ്. കൊമേഴ്സ് സബ്ജക്റ്റിൽ നെറ്റ് ക്വാളിഫൈ ചെയ്ത ശാലിനിയുടെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള സ്റ്റഡി സ്ട്രാറ്റജികളും ചലഞ്ചസും അതെങ്ങനെ അതിജീവിച്ചു എന്നൊക്കെ നമുക്ക് ഇന്ന് ഈ ഇന്റർവ്യൂയിലൂടെ മനസ്സിലാക്കാം. സ്വാഗതം ശാലിനി. എന്തായിരുന്നു ശാലിനിയുടെ PG പഠന കാലഘട്ടം? എന്നായിരുന്നു? എവിടെ പഠിച്ചു? എത്രാമത്തെ അറ്റംപ്റ്റ് ആണ് ഇതെന്നൊക്കെ ഒന്ന് ചുരുക്കി പറയാം. ഞാൻ PG പാസ് ഔട്ട് ആവുന്നത് 2023 അപ്പം ഞാൻ സെക്കൻഡ് ഇയർ പഠിക്കുമ്പോഴാണ് ഞാൻ ആദ്യമായിട്ട് ഇത് നെറ്റ് ട്രൈ ചെയ്യുന്നത്. അപ്പം ഞാൻ നോക്കിയപ്പോൾ ഒരു കുറച്ച് മാർക്കിൻ്റെ വേരിയേഷനിലാണ് അന്ന് പോയത്. പിന്നീട് പാസ് ഔട്ടായി കഴിഞ്ഞിട്ട് എനിക്ക് കുറച്ച് പേഴ്സണൽ കാര്യങ്ങളൊക്കെ കാരണം അടുത്ത അറ്റംപ്റ്റിന് കുറച്ചധികം സമയം വേണ്ടി വന്നു. എൻ്റെ കല്യാണം, ഒരു കുട്ടിയുണ്ട്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കൊണ്ട് അടുത്ത അറ്റംപ്റ്റ് 2024 വരെ നീണ്ടുപോയി. അപ്പം ഞാൻ പിന്നെ പോയപ്പോൾ നമുക്കൊരു കോൺഫിഡൻസ് കുറവുണ്ടായിരുന്നു. അതുകൊണ്ട് ആ അറ്റംപ്റ്റും കിട്ടിയില്ല. അപ്പോൾ എനിക്ക് തോന്നി ഒറ്റയ്ക്ക് വർക്ക് ചെയ്യുന്നതിനെക്കാട്ടും നേരത്തെ ഒരു സപ്പോർട്ട് ഫാക്ടർ ഉണ്ടെങ്കിൽ നന്നായിരിക്കും തോന്നി. അങ്ങനെയാണ് ഒരു കോച്ചിങ് സെൻറ്റർ അല്ലെങ്കിൽ ഇൻസ്റ്റിറ്റ്യൂഷൻ അന്വേഷിച്ച് തുടങ്ങിയത്. അപ്പോൾ അങ്ങനെ ഒരു അന്വേഷണത്തിൽ വേറെ കൺഫ്യൂഷനൊന്നും ഉണ്ടായിരുന്നില്ല. ആദ്യം തൊട്ടേ നമ്മൾ I+ന്റെ വീഡിയോസ്, യൂട്യൂബിലെ വീഡിയോസൊക്കെ കാണുമായിരുന്നു. അങ്ങനെ ആദ്യത്തെ അറ്റംപ്റ്റ് തന്നെ അതിലേക്ക് വീഡിയോസ് കണ്ടിട്ടായിരുന്നു ചെയ്തിരുന്നത്. അപ്പോൾ നമ്മൾ വന്ന് ചേർന്നു. ഇവിടെ ചേർന്നപ്പം ഈ അറ്റംപ്റ്റിൽ കിട്ടി 2025 നെറ്റ് ക്ലിയർ ചെയ്യാൻ പറ്റി. സന്തോഷം. ഒരുപാട് പേര് അമ്മമാരായി കഴിയുമ്പോൾ അല്ലെങ്കിൽ ആ മാരേജ് എന്നുള്ള ട്രാൻസിഷനിലൂടെ കടന്നു പോകുമ്പോൾ പഠനത്തിലൊരു ബ്രേക്ക് വരാറുണ്ട്. കുറേ പേര് ഒരിക്കലും തിരിച്ചു വരാതെ നമ്മുടെ ആ അക്കാഡമിക് ജേർണിയിൽ നഷ്ടമായി പോകാറുണ്ട്. അങ്ങനത്തെ അമ്മമാർ ഉറപ്പായിട്ട് നമ്മളെ ഇന്ന് കേൾക്കുന്നുണ്ടാവും. അപ്പോൾ ശാലിനിയുടെ ഒരു എക്സ്പീരിയൻസിൽ നിന്ന് ഈ ഒരു 1-2 വർഷത്തെ ബ്രേക്കിനെ അതിജീവിക്കാൻ സാധിക്കുമെന്ന് പ്രൂവ് ചെയ്ത് കഴിഞ്ഞു. എങ്കിൽ പോലും അതിനെ എങ്ങനെ അതിജീവിച്ചു? എന്തായിരുന്നു ആ മൈൻഡ് സെറ്റിൽ വന്ന ഒരു ഷിഫ്റ്റ് എന്നൊന്ന് പറയാം. ഒരുപാട് പേർക്ക് ഹെൽപ്ഫുൾ ആയേക്കും. അതുകൊണ്ടാണ് ഞാനത് സ്പെസിഫിക് ആയിട്ട് ചോദിക്കുന്നത്. ഞാനും ഇതുപോലെ ആദ്യത്തെ ഒരു വർഷം ഞാൻ ഒന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ഞാൻ ആദ്യം തന്നെ എന്തെങ്കിലുമൊക്കെ ചെയ്യണമെന്ന് നമുക്കൊരു ഉള്ളിലൊരു ബോധ്യം ഉണ്ടാവും. അപ്പം ഞാൻ ആദ്യം തന്നെ ഒരു ജോലിയാണ് ആദ്യം ട്രൈ ചെയ്തത്. പിന്നെ എനിക്ക് തോന്നി നമ്മുടെ നീഡ്സ് ആൻഡ് മോട്ടിവേഷൻ ഒരു നീഡ്സ് ഉണ്ടല്ലോ, നമുക്ക് ഹയറാർക്കി അങ്ങ് പോയിക്കൊണ്ടിരിക്കുവാണല്ലോ. അപ്പൊ നമ്മൾ അടുത്ത ഒരു ജോലി കിട്ടിയപ്പോൾ എനിക്ക് തോന്നി ഇത് പോരാ, ഞാൻ ഇവിടെ ഇതല്ല എൻ്റെ സ്ഥാനം എന്ന് എനിക്ക് തോന്നി. അപ്പൊ ഞാൻ കുറച്ചും കൂടി നേരത്തെ ഉണ്ടായിരുന്ന ആ സ്വപ്നം പൊടി തട്ടി ഒന്ന് എടുത്തു. അങ്ങനെയാണ് 24 ഞാൻ ട്രൈ ചെയ്യുന്നത്. അപ്പൊ അത് ഫെയിലായി. എന്നാലും ഒന്നും കൂടി ട്രൈ ചെയ്യാമെന്ന് ഓർത്തു. അപ്പോൾ ഞാൻ എൻ്റെ ഒരു ടൈം എനിക്കൊരു ലിമിറ്റേഷൻ ആയിരുന്നു. ഞാൻ വർക്ക് കഴിഞ്ഞിട്ട് പിന്നെ എനിക്ക് കൊച്ചിനെയും കൂടി നോക്കണം, കുട്ടീനെയും കൂടി നോക്കണം, അവരെ കെയർ ചെയ്യണം. അപ്പം ഞാൻ രാത്രിക്ക് ഇരുന്നായിരുന്നു പഠിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പം എങ്ങനെയായാലും നമ്മുടെ മനസ്സിനൊരു ശക്തി ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ നമ്മുടെ മനസ്സിനെ പറഞ്ഞ് പഠിപ്പിച്ചാൽ എന്തും നമുക്ക് പോസിബിൾ ആവുമെന്ന് എനിക്ക് തന്നെ മനസ്സിലായത് ഈ ഒരു എക്സാമിലൂടെയാണ്. ഒരുപാട് ബഹുമാനം തോന്നുന്നു. അതോടൊപ്പം തന്നെ മോർ പവർ ടു യു. ഇനിയും വിജയങ്ങൾ നേടാനാവട്ടെ. അതോടൊപ്പം ഈ വിജയം വല്ലാത്തൊരു ധൈര്യവും നൽകുന്നുണ്ടല്ലേ? കണ്ണുകളിലെ തിളക്കം എനിക്ക് കാണാൻ പറ്റുന്നുണ്ട്. കൂടുതൽ സ്ട്രോങ് ആയി എന്ന് പറയാം. പണ്ടത്തെ ഒരു MCOM കഴിഞ്ഞിറങ്ങുന്ന ഒരു കുട്ടി എന്ന നിലയിൽ ഞാൻ ഇത്രയും സ്ട്രോങ് ആയിരുന്നില്ല. ആ സമയത്ത് എന്ന് വെച്ചാൽ സാർ ഇങ്ങനെ ഹലോ ശാലിനി എന്ന് പറയുമ്പോൾ തന്നെ ഞാൻ വേണമെങ്കിൽ വിറച്ചു പോയാന്. പക്ഷെ ഇപ്പോൾ നമ്മുടെ ലൈഫ് നമ്മളെ കൂടുതൽ സ്ട്രോങ് ആക്കി ഇവിടെ വരെ എത്തിയപ്പോൾ. ജോലി സമയം എത്ര മണി വരെയാ? രാവിലെ സമയം 5:30 വരെ ഉണ്ട്. വൈകുന്നേരം. കുഞ്ഞിനിപ്പം എത്ര വയസ്സുണ്ട്? ഇപ്പൊ 1.5. ഞാൻ ജോയിൻ ചെയ്യുമ്പോ I+ൽ ജോയിൻ ചെയ്യുമ്പോ 1 വയസ്സായിരുന്നു. ഓക്കെ. 1 വയസ്സുള്ള കുഞ്ഞിനെയും കൊണ്ട് 5:30 വരെ വർക്കിംഗ് അവേഴ്സും കഴിഞ്ഞിട്ടാണ് പഠനത്തിലേക്ക് എത്തിയത് അല്ലേ? ഞാൻ പറയുമ്പം പേപ്പർ 1-നായിരുന്നു ഞാൻ കൂടുതൽ ഫോക്കസ് ചെയ്തിരുന്നത്. അപ്പൊ ഞാൻ ഒരു ക്ലാസ്സും മിസ്സാക്കിയിട്ടില്ല. പേപ്പർ 1-ന്റെ ഓൺലൈൻ ക്ലാസ് 8 മണിന്നുണ്ടെങ്കിൽ ഞാൻ അപ്പൊ തന്നെ ഞാൻ ഷോർട്ട് നോട്ട്സ് ഒക്കെ എഴുതി വെക്കും. പിന്നെ ആ നോട്ട് കൊണ്ടാണ് പഠിത്തം. പിന്നെ കുറേ ക്വസ്റ്റ്യൻസ് ഉള്ളതുകൊണ്ട് അത് തന്നെ കുറേ ടൈം എടുത്ത് ഞാൻ വർക്കൗട്ട് ചെയ്യുമായിരുന്നു. അപ്പോൾ ക്വസ്റ്റ്യൻസിനോടുള്ള പേടി മാറാനായിട്ട് അത് ഹെൽപ്പ് ചെയ്തു. പിന്നെ പേപ്പർ 2-ന്റെ കാര്യം പറയുവാണെങ്കിൽ ഞാൻ ട്യൂഷനായിട്ടല്ല, എൻ്റെ ജൂനിയേഴ്സിനും എനിക്കറിയാവുന്ന കുട്ടികൾക്കൊക്കെ ഓൺലൈനായിട്ട് ഞാൻ അക്കൗണ്ട്സ്, കോസ്റ്റ്, ഇൻകം ടാക്സ് അങ്ങനെയുള്ള പേപ്പറുകളൊക്കെ ഓൺലൈനായിട്ട് പറഞ്ഞു കൊടുക്കുമായിരുന്നു. ട്യൂഷൻ പോലെയോ ഫീസ് പോലെയോ അല്ല, എനിക്ക് അവൈലബിൾ ആയിട്ടുള്ള ടൈമിൽ അവരുടെ അടുത്ത് ഞാൻ സെറ്റ് ചെയ്ത് അറേഞ്ച് ചെയ്ത് വെക്കും. അപ്പോൾ ആ ഒരു ടച്ച് എനിക്ക് പോയില്ല സബ്ജക്റ്റ്.
അപ്പൊ എനിക്ക് പേപ്പർ 1 ആയിരുന്നു മെയിൻ ആയിട്ട് ഫോക്കസ് ചെയ്തിരുന്നത്. അപ്പൊ അതൊരു എളുപ്പമായിട്ട് എനിക്ക് തോന്നി. മനസ്സ് വെച്ച് കഴിഞ്ഞാൽ എന്തും നേടിയെടുക്കാം, അതിനുള്ള വഴികള് നമുക്ക് കണ്ടുപിടിക്കാന്നുള്ളതാണല്ലേ. ഈ 8 to 9 ഫുള്ളായിട്ട് ഇരുന്ന് ക്ലാസ് കേൾക്കാനായിട്ട് പറ്റുമായിരുന്നോ? എന്റെ അമ്മയാണ് കൊച്ചിനെ നോക്കിയിരുന്നത്. അപ്പൊ അമ്മ ആ സമയത്ത് കുട്ടി എങ്ങനെയെങ്കിലും 1 hour മാനേജ് ചെയ്യും. 1 hour മാനേജ് ചെയ്യും. പിന്നെ നമ്മള് ഏത് കാര്യത്തിലാണോ ചെയ്യുന്നത്, ഇപ്പൊ കുട്ടിയെ നോക്കുകയാണെങ്കിൽ നമ്മൾ അതിൽ 100% ചെയ്യണം. നമ്മുടെ ഓഫീസ് ഡ്യൂട്ടി ആണെങ്കിൽ അതിൽ 100%, പഠിത്തമാണെങ്കിൽ അങ്ങനെ ഒരു വിചാരിക്കുന്ന ആളാണ് ഞാൻ. നമ്മുടെ കാര്യങ്ങളെല്ലാം നമുക്ക് ആവുന്നതിന് മാക്സിമം നമ്മൾ ട്രൈ ചെയ്താൽ ദൈവത്തിന്റെ അനുഗ്രഹം കൊണ്ടും പിന്നെ നമ്മുടെ ഗുരുക്കന്മാരുടെയൊക്കെ അനുഗ്രഹം കൊണ്ടും എല്ലാം പറ്റും എന്നുള്ള ആളാണ്. പിന്നെ എൻ്റെ ടീച്ചേഴ്സിനെ പറ്റി എടുത്തു പറയണം. ഞാൻ പാസ് ഔട്ട് ആയി കഴിഞ്ഞിട്ടും എൻ്റെ ടീച്ചേഴ്സ് നമ്മളെ വിളിച്ച് ചോദിക്കുമായിരുന്നു എന്താണ് ഇനി പരിപാടി, ചെയ്യുന്നില്ല. ചിലപ്പോൾ അവർക്കുള്ള പ്രതീക്ഷകൾ കൊണ്ടായിരിക്കാം. അപ്പൊ അതും ഒരു മോട്ടിവേഷൻ ആയിരുന്നു. പിന്നെ എൻ്റെ ഹസ്ബൻഡ് നല്ല മോട്ടിവേഷൻ തരുന്ന ഒരാളായിരുന്നു, സപ്പോർട്ടിങ് ആയിട്ടുള്ള ആളായിരുന്നു. അതുകൊണ്ട് കുറെ അനുഗ്രഹങ്ങൾ കിട്ടിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ചെല്ലുന്ന എവിടെയും ഒരു പോസിറ്റീവായിട്ടുള്ള എനർജി നൽകാൻ പറ്റുന്ന ആളാണ് ശാലിനി. കാര്യം ചെയ്യുന്ന എന്തും 100% ആത്മാർത്ഥമായിട്ട് ചെയ്യാന്നുള്ളത് ഒരിക്കലും പഴകാത്തൊരു വിജയ ഫോർമുലയല്ലേ. അത് തന്നെയാണല്ലോ നമ്മളിപ്പോ പ്രൂവ് ചെയ്തിരിക്കുന്നത്. ഈ ഇടയ്ക്ക് എന്തെങ്കിലും ചലഞ്ചസ് ഫേസ് ചെയ്തിട്ടുണ്ടായിരുന്നു? I+ന്റെ കോഴ്സുകൾ അതില് ഹെൽപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു? അതെങ്ങനെയാണ് ചലഞ്ചസ്? നമുക്ക് സിലബസ് നമ്മൾ നോക്കിയാൽ ഞാൻ മാത്സ്, DI അങ്ങനെയുള്ള സാധനങ്ങൾ എൻ്റെ ശത്രുക്കളായിരുന്നു. അപ്പൊ I+ലേക്ക് വന്നതുകൊണ്ട് മാത്രമാണ് എനിക്ക് ആ ഒരു കടമ്പ. സാറാണ് അത് രണ്ടും. അല്ല, അങ്ങനെയല്ല. അപ്പൊ എനിക്ക് ഇഷ്ടമല്ല. ഞാൻ എക്സാമിന് ഫസ്റ്റ് അറ്റംപ്റ്റിലേക്ക് ഇതെനിക്ക് വേണ്ടാന്ന് പറഞ്ഞ് മാറ്റി വെക്കുന്ന കാര്യങ്ങളായിരുന്നു. പക്ഷെ എനിക്ക് 100% ഉറപ്പില്ല. DI ഞാൻ ഫുൾ ആൻസേഴ്സ് ഈ പ്രാവശ്യം കറക്റ്റ് ആക്കിയിട്ടുണ്ട്. പിന്നെ മാത്സ് എല്ലാം അല്ല, എന്നാലും ഒരു 60% പോലും ചോദ്യങ്ങൾ വായിച്ചു പോലും നോക്കാത്ത ഒരാളിൽ നിന്ന് 100% DIയിൽ സ്കോർ ചെയ്യുന്ന ഒരാളായിട്ട് I+ലൂടെ എത്താൻ പറ്റിയെന്ന് അറിയുന്നത് എനിക്ക് വലിയൊരു പേഴ്സണൽ അച്ചീവ്മെന്റ് തന്നെയാണ്. കുറെ കുട്ടികൾക്ക് ഈ കണക്കിനോടുള്ള ഇഷ്ടക്കേട് പലപ്പോഴും എന്നെ ഇഷ്ടമല്ലാത്തതിലേക്ക് പോകും. ഞാൻ അതുകൊണ്ടാണ് വിചാരിച്ചത്, ദൈവമേ ഇത് രണ്ടും ഇഷ്ടമല്ല എന്ന് പറഞ്ഞ ആള് ഇടയ്ക്കൊന്ന് പറയുകയും ചെയ്തു ഇഷ്ടപ്പെടുന്നില്ല എന്ന്. ഞാൻ കരുതി എന്നെ പറ്റിയിട്ടാവും. ഫൈനലി DIയിൽ 100%ലേക്ക് എത്തിയല്ലേ. ക്ലാരിറ്റി ആൻഡ് ക്വാളിറ്റി ആയിരുന്നു ഈ ഒരു I+ന്റെ ജേർണിയിൽ എനിക്ക് തോന്നിയ ഏറ്റവും കാര്യങ്ങൾ. അതായത് എല്ലാ കാര്യങ്ങളും ഇങ്ങനെ വലിച്ചു വാരി കുട്ടികൾക്ക് നൽകാതെ എന്താണ് സ്പെസിഫൈ, ഇതാണ് പഠിക്കേണ്ടത് അല്ലെങ്കിൽ ഈ ഏരിയ ആണ് ഫോക്കസ് ചെയ്യേണ്ടത്. നമ്മൾ പേപ്പർ 2 ഞാൻ എക്സാം ഹാളിൽ ഇരിക്കുമ്പോൾ ശരിക്കും ഫീൽ ചെയ്താണ് സാറുമാരൊക്കെ പറഞ്ഞു പോയ കുറേ കാര്യങ്ങൾ, ജസ്റ്റ് അവർ പറഞ്ഞു പോയ കാര്യങ്ങളാണ്. അത് തന്നെ എനിക്ക് വന്ന പേപ്പറിൽ അങ്ങനെ തന്നെ ഉണ്ടായിരുന്നു. അപ്പം ഞാൻ എക്സാം ഹാളിൽ ഇരുന്ന് ഓർത്തു, ഇത് ആ ക്വസ്റ്റ്യൻ ആണല്ലോ. അപ്പോൾ ഒരു സപ്പോർട്ടിങ് ആയിട്ടുള്ള ഒരാളുണ്ടെങ്കിൽ, നമുക്ക് ഒരു വഴി കാണിച്ചു തരാൻ ഒരാളുണ്ടെങ്കിൽ ഉള്ള അഡ്വാൻറ്റേജസ് ആണ് അതൊക്കെ. തീർച്ചയായിട്ടും നമ്മുടെ ഈ വീഡിയോ കാണുന്ന അടുത്ത സൈക്കിളിലൊക്കെ നെറ്റ് പരീക്ഷയ്ക്ക് വേണ്ടി JRFനായിട്ടൊക്കെ ട്രൈ ചെയ്യുന്ന ആൾക്കാരുണ്ടാവും. അവരുടെ അടുത്ത് പ്രത്യേകിച്ച് അമ്മമാരോട്, പഠിത്തത്തിലൊരു ബ്രേക്ക് വന്നവരോട് എന്താ പറയാനുള്ളത്? നമ്മൾ എന്തെങ്കിലും ബ്രേക്ക് വന്നു അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും ലൈഫിൽ പ്രശ്നം ഉണ്ടായി അല്ലെങ്കിൽ നമ്മുടെ പഠനം ഒരു സ്റ്റോപ്പായി എന്ന് കരുതി ആരും തളർന്നിരിക്കരുത്. നമുക്കുള്ള വഴികൾ തുറക്കും. നമ്മൾ പോസിറ്റീവായിട്ടുള്ള ആൾക്കാരുടെ അടുത്ത് പോവുക, നമുക്ക് സപ്പോർട്ട് കിട്ടുന്ന ആൾക്കാരുടെ അടുത്ത് പോവുക. അതോടുകൂടി നമ്മുടെ സബ്ജക്റ്റ് ഏതാണോ അതിനായിട്ടുള്ള ടച്ച് വിടരുത്. എപ്പോഴും കൺസിസ്റ്റൻ്റ് ആയിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്തുകൊണ്ടിരിക്കുക. പിന്നെ നെറ്റ് എക്സാമിൻ്റെ ബേസിൽ പറയുകയാണെങ്കിൽ മാക്സിമം ക്വസ്റ്റ്യൻസ് ചെയ്യുക. അതാണ് ഏറ്റവും വലിയ കാര്യം എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഞാൻ സിലബസിൽ ഫോക്കസ് ചെയ്യുന്നതിനെക്കാളും കൂടുതൽ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സും ക്വസ്റ്റ്യൻസും അതുപോലെ തന്നെ മാത്സ് DI ഒക്കെ ഞാൻ ഡെയിലി പ്രാക്ടീസ് ചെയ്യുമായിരുന്നു. അതുകൊണ്ടാണ് എനിക്ക് പേപ്പർ 1 കുറച്ച് എളുപ്പമായിട്ട് തോന്നിയത്. അതാണ് ഞാൻ ചെയ്തത്. പിന്നെ ഫാമിലിയുടെ സപ്പോർട്ട്, ദൈവത്തിൻ്റെ അനുഗ്രഹം, ഇതൊക്കെയാണ് ഏറ്റവും ഇമ്പോർട്ടൻസ്. 100% ആയിട്ട് വർക്ക് ചെയ്താൽ നമുക്ക് ഉറപ്പായിട്ടും അതിനുള്ള റിട്ടേൺ ദൈവം തരും. താങ്ക് യു. ഒരുപാട് സന്തോഷം ഈ ഒരു പോസിറ്റീവായിട്ടുള്ള എക്സ്പീരിയൻസ് ഷെയർ ചെയ്തതിനും ആ ഒരു കറേജിലൂടെ നെറ്റ് നേടിയെടുക്കാം എന്നുള്ള മെസ്സേജ് ഒരുപാട് പേരിലേക്ക് എത്തിച്ചതിനും. പോകുന്നിടത്തെല്ലാം ഒരു ബ്ലെസ്സിങ് ആവട്ടെ. നിങ്ങളുടെ 100% ആത്മാർത്ഥമായിട്ട് പ്രവർത്തിക്കാനുള്ള മനസ്സ് എവിടെ ചെന്നാലും അത് വിജയങ്ങളിലേക്ക് എത്തിക്കും എന്നുള്ളത് എനിക്ക് ഉറപ്പാണ്. ഇനിയും JRFലേക്കും സ്വപ്നം കണ്ട കരിയറിലേക്കും ഒക്കെ എത്തിച്ചേരാൻ സാധിക്കട്ടെ. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു.